സ്ഥലത്തിൻ്റെ പേര് ജിന്ന സ്ട്രീറ്റ്. ഇതങ്ങ് പാകിസ്ഥാനിലല്ല, ഇങ്ങ് കേരളത്തിലെ പാലക്കാടാണ് ഈ സ്ഥലത്തിൻ്റെ പേരുള്ളത്. ഇപ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധം വന്നിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റണം, ആ പേര് മാറ്റി ചേറ്റൂർ ശങ്കരൻ നായരുടെ പേര് നൽകണമെന്നാണ് പാലക്കാടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. അത് നടപ്പിലാക്കണമല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസ്റ്റിൻ്റെ പേരിൽ ഇങ്ങനെ ഇടാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉസാമ ബിൻ ലാദൻ്റെ പേരിലും നമുക്ക് സ്ട്രീറ്റിന് പേരിട്ടുകൂടെ? ലോകത്തിലെ ഏറ്റവും ഭീകരമായ പോൾ പോട്ടിൻ്റെ പേരിൽ, ലോകത്തിലെ ഏറ്റവും അധികം കൊലപാതകം നടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പേരിലിട്ടുകൂടെ? ഈദി അമീൻ്റെ പേരിലായിക്കൂടെ സ്ട്രീറ്റ്? ഇതുപോലെ ക്രൂരത കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ലോക നേതാവുണ്ടോ? രാഷ്ട്രീയത്തിൽ മതമില്ലാത്ത അദ്ദേഹം, ഇസ്ലാമിൽ വിശ്വസിക്കാത്ത, മദ്യം കഴിക്കുന്ന, പുകയില കഴിക്കുന്ന, ഹറാമായിട്ടുള്ളതെല്ലാം ചെയ്യുന്ന ആ മനുഷ്യൻ ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ കൂടി മുഹമ്മദ് അലി ജിന്ന ഒപ്പം നടന്നിട്ട് പിന്നിൽ നിന്ന് കുത്തിക്കൊല്ലുകയല്ലേ ചെയ്തത് മഹാത്മാഗാന്ധി? അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഹൃദയം രണ്ടായിട്ട് പിളർന്നതുപോലെയാണ് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് അഖണ്ഡ ഭാരതം വിഭജിച്ചതെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. ഈ ഹൃദയം മുറിച്ചത് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്ന ചെയ്ത ആദ്യത്തെ ആഹ്വാനം എന്താണ്? അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വേർപെട്ടുകൊണ്ട് ഡയറക്റ്റ് ആക്ഷൻ. എന്തായിരുന്നു ഡയറക്റ്റ് ആക്ഷൻ? ഡയറക്റ്റ് ആക്ഷൻ മനോഹരമായ വാക്കുകളാണ്. കൊലച്ചതിയായിരുന്നു, കൊല. പാകിസ്ഥാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലുക. അദ്ദേഹം മുംബൈയിലിരുന്നു കൊണ്ടും സുഹ്റോവാദി ബംഗാളിലിരുന്നു കൊണ്ടും കൊന്നേക്ക് ഹിന്ദുക്കളെ മുഴുവൻ നടത്തിയ ആഹ്വാനം പാകിസ്ഥാൻ അവിടെ ഇരുന്നു കൊണ്ട് നടത്തുന്നത് പോലെ, മുംബൈ കലാപത്തിന് ആഹ്വാനം നടത്തുന്നത് പോലെ, പഹൽഗാമിലെ ആക്രമണത്തിന് നേതൃത്വം നടക്കുന്ന പോലെ മുംബൈയിലെ ദന്തഗോപുരത്തിലിരുന്ന് ചുരുട്ടും വലിച്ചുകൊണ്ട് കൊല്ലടാ ഹിന്ദുക്കളെ മുഴുവൻ, കൊന്നേക്ക്, തട്ടിയേക്ക് എന്ന് പറഞ്ഞ ചരിത്രത്തിലെ ആ പരമ നികൃഷ്ടനായിട്ടുള്ള ആളിൻ്റെ പേരിൽ കേരളത്തിലെ പുണ്യക്ഷേത്രങ്ങളുടെ ഒരു മഹാജില്ലയ്ക്ക് ഒരു സ്ട്രീറ്റിന്, ജിന്ന നഗറാണോ അത് ജിന്ന സ്ട്രീറ്റാണോ? ജിന്ന സ്ട്രീറ്റ് എന്ന് പേരിടുക എന്ന് പറയുന്നതിൽ പരം വൃത്തികേടുന്നുണ്ട്. അപമാനമെന്ന് ഞാൻ പറയുന്നില്ല, എന്തു വൃത്തികേടാണ്, എന്തു തെറ്റായ മാതൃകയാണ്. ആ ഭാരവും ആ നുകവും ചുമന്നുകൊണ്ടാണ് ഇതുവരെ പാലക്കാട് നഗരസഭ ഇതുവരെ ഭരിച്ചത്. കോൺഗ്രസ് ഇത് അറിയുന്നില്ല. കോൺഗ്രസ് മറ്റൊരു കാര്യത്തിലാണ് അവിടെ സമരം ചെയ്യുന്നത്. RSS സ്ഥാപകന്റെ പേര് നൽകരുത്. പക്ഷേ സമീപത്ത് ജിന്നയുടെ പേരുണ്ട്, അതിന് കുഴപ്പമില്ല, ജിന്നയുടെ പേര് കൊടുക്കാം. കാരണം അദ്ദേഹം ഇത്രയും പേരെ ഹിന്ദുക്കളെ കൊല ആളല്ലേ. അവരൊക്കെ ഹീറോകളാണ്. അങ്ങനെയല്ല, അഫ്സൽ ഗുരുവും ഹീറോ ആണ്. ഹിന്ദുക്കളെ കൊല്ലുന്ന ആൾക്കാരെല്ലാം ഗുരുക്കന്മാരാണ് അവർക്ക്. ഇവിടെ ഡോക്ടർ ഹെഗ്ഡേവാർ, അദ്ദേഹം ഡോക്ടറായിരുന്നു. ഡോക്ടർ പണി ഉപേക്ഷിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ദേശീയതയ്ക്ക് വേണ്ടി പോരാടിയ ദേശീയ പക്ഷത്തുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് സായുധമായിട്ട് ഏർപ്പെട്ടാലും കുഴപ്പമില്ല. അവ സായുധ സമരം ചെയ്യുന്ന ടെററിസ്റ്റുകളും അങ്ങനെ സായുധ സമരം ചെയ്യുന്നുണ്ടല്ലോ, പഹൽഗാമി ചെയ്തല്ലോ. അപ്പോൾ അതും ശരിയല്ലേ എന്നൊരു ചോദ്യം, തീർച്ചയായിട്ടും കുസൃതി ചോദ്യം വരാം. പാകിസ്ഥാൻ പറയുന്ന അവർ സ്വാതന്ത്ര്യ പോരാളികളാണ്. സ്വാതന്ത്ര്യ പോരാളികളാണെന്ന് പറയുന്നു. വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ ഹെഡ്ഗേവാറും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസും ഒന്നും കലിമ ചൊല്ലാമോ എന്ന് അറിയിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ഉടുതുണി പൊക്കി നോക്കിയിട്ടോ അല്ല കൊലപാതകം നടത്തിയത്. അവർ ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ദേശത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാഷ്ട്രമാണ്. കാശ്മീർ, അവിടെ പോലും ജനാധിപത്യത്തിൽ ഊന്നിയ ഗവൺമെൻറ്റാണ് നിലനിൽക്കുന്നത്. ആ ഗവൺമെൻറ്റിന് നേരെ നടത്തിയ ആക്രമണമുണ്ട്. ഒരു അടിച്ചമർത്തലുമില്ലാതെ ജനങ്ങൾ സുഖമായിട്ടും അതുപോലെ തന്നെ വികസനത്തിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് സന്തോഷമായിട്ട് വരുമാനം വർദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ അസൂയമൂത്ത് മനുഷ്യവംശത്തിൻ്റെ ശത്രുക്കൾ ചെയ്ത ഭ്രാന്തിൻ്റെ പേരിലുള്ള ഗോഡ്സെ ചെയ്തതുപോലുള്ള ക്രൂരകൃത്യമാണ് അവിടെ ചെയ്തത്. അതുകൊണ്ടാണ് നിന്ദ്യമാവുന്നത്. ഹെഡ്ഗേവാർ അങ്ങനല്ല. ഭഗത് സിംഗ് ആയുധങ്ങൾക്ക് വേണ്ടിയും പണത്തിൻ്റെ സഹായത്തിന് വേണ്ടിയും സമീപിച്ചത് ഡോക്ടർ ഹെഗ്ഡേവാറിനെയാണ്. ചരിത്രം പഠിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെ കാണാൻ പോയി? കാരണം ഭഗത് സിംഗ് അങ്ങനൊന്നും വർഗീയ വിഷയങ്ങളെ കാണുന്ന ആളായിരുന്നില്ല. ദേശീയതയുള്ള ആളാണ്, ദേശഭക്തിയുള്ള ആളാണ്, അതുപോലെ സഹായിക്കുന്ന ആളാണ്. ഭഗത് സിംഗിനെ സഹായിച്ചു, ആയുധം കൊടുത്തും പണം കൊടുത്തും ഉപദേശം കൊടുത്തും സഹായിച്ച ആളാണ്. പക്ഷേ സായുധ മാർഗം അവലംബിച്ചാലേ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് സുഭാഷ് ചന്ദ്ര ബോസിനെ പോലെ വിശ്വസിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോടതി കുടഞ്ഞത് രാഹുൽ ഗാന്ധി
സവാർക്കറെ അപമാനിച്ചതിന്. കോടതി ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയ്ക്ക് വിവരമില്ലേ? സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം ചെയ്ത പങ്ക്, സേവനം, ത്യാഗം, ഇതൊന്നിനെക്കുറിച്ചും ബോധമില്ലാതെ ഇനി മേലെ സംസാരിക്കരുതെന്ന് വാൺ ചെയ്തിരിക്കുക. സവാർക്കറെ കളിക്കാൻ ദേശത്തിന് വേണ്ടി ദേശദ്രോഹം തന്നെ വിദേശത്ത് പോയി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയെ അപഹേളിക്കുന്ന പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് കോടതി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കൊടുത്താൽ. ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ഇയാൾ ചെയ്തത് ഭരണഘടനാ വിരുദ്ധമാണ്. അല്ലെ, രാജ്യത്ത് ഉടനീളം പലയിടങ്ങളിലും ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പേരുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇത്രയും വർഷമായിട്ടും എന്തുകൊണ്ട് മാറ്റാൻ കഴിയുന്നില്ല? മാറ്റാൻ പോകുമ്പോഴത്തേക്ക് വലിയ വലിയ പ്രശ്നങ്ങളല്ലേ. ഔറംഗാബാദ് എന്ന് പറയുന്നതിൻ്റെ പേര് മാറ്റിയപ്പോഴത്തേക്കും അതെന്തോ ഒരു സാമ്പാജി നഗർ എന്നാക്കി മാറ്റി. എന്ത് പ്രക്ഷോഭമായിരുന്നു അവിടെ. മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ പേര് മാറ്റുന്നതിനും പിന്നിൽ എന്തെല്ലാം സഹിക്കേണ്ടി വരും ഗവൺമെൻറ്റുകളെന്നറിയാമോ? അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശ് കോളനി, എന്തിനായി ബംഗ്ലാദേശിൻ്റെ പൗരി നമ്മൾ പേർന്നുണ്ടോ? ഒരു പക്ഷേ ഒരു കാലത്ത് ദുരുദ്ദേശത്തോട് ചെയ്തതായിരിക്കില്ല. ഞാനിത് വർഗീയത പറയല്ല. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾക്ക് നാട്ടുകാർ വെറുതെ ഇടുന്ന പേരായിരിക്കും. പക്ഷേ അത് അപമാനിക്കലാണോ? അവിടുത്തെ മുസ്ലിങ്ങളെ അപമാനിക്കലല്ലേ അത്? ആ പേര് ഒരു കാരണവശാലും വർഗീയരുടെ പേരിലല്ല, നമ്മൾ ആ പേര് കൊടുക്കാൻ പാടില്ല, അവരെ അപമാനിക്കലാണ്. ആ തരത്തിലും നമ്മുടെ ഈ പറയുന്ന മതനിരപേക്ഷത വെച്ച് നോക്കിയാൽ ഈ പേരുകൾ കൊടുക്കാൻ പാടില്ല. അതേസമയം ഹെഡ്ഗേവാറിൻ്റെ പേര് അന്വർത്ഥമാണ്. കാരണം എന്താണ്? അദ്ദേഹം രോഗികൾക്ക് ആതുര ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഹെഡ്ഗേവാർ. അത് ഉപേക്ഷിച്ച് വളരെ ലുക്രേറ്റീവായിട്ടുള്ള, ലാഭകരമായിട്ടുള്ള, നല്ല ശമ്പളം കിട്ടുന്ന ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടിയ വ്യക്തിയാണ്. ഒളിവിൽ കഴിയേണ്ടി വന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി, അതുപോലെ തന്നെ ആതുര സേവനം പണം വാങ്ങാതെ, ഫീസ് വാങ്ങാതെ ചെയ്തിരുന്ന ഒരു വ്യക്തിയുമാണ്. സേവനമായിട്ട് ചെയ്തിരുന്ന ആളാണ്, പണക്കൊതിയനായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇപ്പോൾ എന്താ, ആ സ്ഥാപനം എന്തിനു വേണ്ടിയുള്ളതാണ്? ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഓട്ടിസം, നമ്മളെപ്പോലെ സംസാരിക്കാനോ നടക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത കൊച്ചു കുട്ടികളുണ്ട്. ചങ്കുപൊട്ടുന്ന ദൃശ്യങ്ങളാണ് ഓട്ടിസം. നമ്മുടെ കുട്ടികൾക്കുണ്ടെങ്കിലേ അതിൻ്റെ വിഷമം നമുക്കറിയത്തുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ അവരുടെ നൈപുണ്യം വർദ്ധിപ്പിച്ച് നല്ല വ്യക്തിത്വമുള്ള, അന്തസ്സുള്ള ജീവികളായിട്ട് സമൂഹത്തിലേക്ക് വിടുന്നതിന്, സ്വയം പര്യാപ്തമായ രീതിയിൽ ജീവിക്കാൻ അവരെ ശേഷിയുള്ളവരാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആ പരിപാടി ചെയ്യുന്ന ഒരു പരിശുദ്ധമായ സ്ഥാപനത്തിന് ഇത്ര ആത്മാർത്ഥതയുള്ള, അഴിമതിയിൽ മുങ്ങാത്ത മഹാനായ നേതാവിൻ്റെ പേരിടുന്നതിൽ എന്ത് തെറ്റാണ് കോൺഗ്രസ്സിന് തോന്നുന്നത്? അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ജിന്ന സ്ട്രീറ്റിൻ്റെ പേര് മാറ്റി ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു മലയാളിയായിട്ടുള്ള ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ പായുന്ന വ്യക്തിയായിരുന്നില്ല. നമ്മുടെ ശശി തരൂരിനെ പോലെ നല്ല വിവരമുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ വൈസ്രോയി കൗൺസിലിലെ മെമ്പറായിരുന്നു. നല്ല വിവരമുള്ളവർക്കും വിദ്യാഭ്യാസമുള്ളവർക്കും കിട്ടുന്ന സീറ്റ്. അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതിൽ പ്രതിഷേധിച്ച് അത് വലിച്ചെറിഞ്ഞിട്ട് സ്വാതന്ത്ര്യ സമരത്തിലൂടെ മുന്നോട്ട് പോയ ദേശസ്നേഹിയാണ് ഇദ്ദേഹം. ചേറ്റൂർ ശങ്കരൻ നായരെ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന പോലെ മറന്നു കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന RSSകാരനുണ്ടല്ലോ, അദ്ദേഹമാണ് കോൺഗ്രസ്സുകാരെ അത് ഓർമ്മിപ്പിച്ചത്. ജിന്ന സ്ട്രീറ്റിന് ചേറ്റൂർ ശങ്കരൻ നായരുടെ പേരിടാമെന്ന് പറഞ്ഞിട്ടും കോൺഗ്രസ്സിന് അത് സമ്മതമല്ല. ജിന്നയുടെ പേര് തന്നെ വേണം. അവർക്ക് ഭീകരവാദികളാണ് കൂട്ട്. അവർ ഭീകരവാദികളുടെ കൂട്ടാണ് എന്നാണ് അവരുടെ ഈ പ്രകടനം കാണിക്കുന്നത്.